ത്രിയേക ദൈവത്തിൻ്റെ വലിനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധനായ അന്ത്രയോസ് ബാവായുടെ ഓർമ്മ നാം കൊണ്ടാടുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയാണല്ലോ. വിശുദ്ധന്മാരുടെ ഓർമ്മ എപ്പോഴും നമുക്ക് വാഴ്വിനും അനുഗ്രഹത്തിനും ഉതകുന്നു എന്നുള്ളത് ജീവിക്കുന്ന പരമാർത്ഥമാണ്. വിശുദ്ധ അന്ത്രയോസ് ബാവ യേശു ക്രിസ്തുവിനെ ഉൾക്കൊണ്ട, യേശു ക്രിസ്തുവിനെ സാക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിലൂടെ ക്രിസ്തവ സാക്ഷ്യം അർത്ഥപൂർണമാക്കുകയും ക്രിസ്ത്യാനികളായ കൂടുതൽ ദൈവോന്മുഖരും കർമ്മോന്മുഖരുമാക്കി തീർക്കുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് സഭയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അനുഗ്രഹീതമായ ജീവിതത്തെ അനുകരിപ്പാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരും വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. പുണ്യവാന്മാരുടെ ഓർമ്മ കഴിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അനുസ്മരണകളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുവാനും ഓർമ്മകളെ ഓർമ്മപ്പെടുത്തലുകളാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അതിലൂടെ അനുഭവകരമായ ജീവിതത്തിലൂടെ അനുഷ്ഠാനങ്ങൾക്കുപരിയായി ദൈവിക അനുഭവത്തിൻ്റെ നല്ല വിളനിലങ്ങളായി നാമും തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം അനർഗളമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. മലങ്കര സഭ എന്നും പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിലാണ് ആദിമകാലങ്ങളിൽ ജീവിച്ചിരുന്നത്. പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിലാണ് 1682 കല്ലടയിലെത്തിയ ഈ പരിശുദ്ധനാകുന്ന അന്ത്രയോസ് ബാവായും കേരളത്തിലെത്തിയത്. കല്ലടയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി യത്നിച്ച ആ പരിശുദ്ധ പിതാവ് നമ്മുടെ ഈ ദേശത്തിൻ്റെ മുഴുവൻ കാവൽ വിളക്കായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1692 കല്ലട വലിയ പള്ളിയിൽ അദ്ദേഹം വെച്ച് കാലം ചെയ്യുകയും അദ്ദേഹത്തെ അവിടെ കബറടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 332ാമത് ഓർമ്മ പെരുന്നാളാണ് ഇന്ന് ആചരിക്കുന്നത്. ഈ പെരുന്നാൾ ഈ ദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമാണ്, ദേശത്തിൻ്റെ മുഴുവൻ പെരുന്നാളാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഒന്നുപോലെ ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ സത്യമാണ്. ഇത് കേവലം ഒരു ഓർത്തഡോക്സ് സഭയുടെ മാത്രം ഒരു പെരുന്നാളായിട്ടല്ല, ദേശത്തിൻ്റെ മുഴുവൻ പെരുന്നാളായി ഈ ദേശം മുഴുവൻ ഒന്നടങ്കം എല്ലാ പള്ളികളും ഒന്നുപോലെ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പെരുന്നാൾ ഈ ദേശത്തിൻ്റെ പെരുന്നാളാണ് എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊല്ലം മെത്രാസനത്തിൽപ്പെട്ട കല്ലട പ്രദേശവും പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവായുടെ പാവന സ്മരണകളാൽ ദീപ്തമാകുന്ന ഒരു മനോഹര സുദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ക്രൈസ്തവ സാക്ഷ്യം എത്തിച്ച മാർ തോമാസ് ലീഹായുടെ പൈതൃകം പേറുന്ന ഒരു നാടാണ് കൊല്ലവും അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ. മലങ്കര സഭയ്ക്ക് 16ാം നൂറ്റാണ്ട് 1600 മുതൽ 700 വരെയുള്ള കാലഘട്ടങ്ങളിൽ വിദേശത്തു നിന്നും ധാരാളം സഭാ മേലധ്യക്ഷന്മാർ ഈ നാട് സന്ദർശിക്കുകയും ആരാധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച് നമ്മളെ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകാൽ പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവായുടെ വരവും അത്തരത്തിലുള്ള ഒരു യാത്രയുടെ ഭാഗമാണ്. മാർ അന്ത്രയോസ് ബാവ മലയാള മണ്ണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നോടിയായിട്ട് വന്ന കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് തിരുമേനിയും അതുപോലെ തന്നെ പരിശുദ്ധന്മാരായ പല സഭാ ബിഷപ്പുമാരും ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാർ അന്ത്രയോസ് ബാവായുടെ പുകൾപെറ്റ ജീവിതം അത് മുളന്തുരുത്തി, മണറുകാട്, കുറുപ്പുംപടി, പുത്തൻകാവ്, കല്ലട, കുണ്ടറ തുടങ്ങിയതായ സ്ഥലങ്ങളിൽ 1698 മുതൽ ഉള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ ഭൂമിയിൽ ഈ കരയിലൂടെ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകളെ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഒരു വിദേശ സഭയിലുള്ള ഒരു ബിഷപ്പ്
നാട്ടിലേക്ക് വന്ന് ഈ നാട്ടിൽ സഭയുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുവാൻ തക്കവണ്ണം അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു എന്നുള്ളതാണ്. മാർ അന്ത്രയോസ് ബാവ കല്ലടയാറിൻ്റെ തീരത്ത് ഏറ്റവും പരിപാവനമായ കല്ലട വലിയ പള്ളിയിൽ കബറടക്കപ്പെടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിശുദ്ധൻ്റെ ജീവിതം ഈ നാടിന് വരുത്തിയ പരിവർത്തനത്തെക്കുറിച്ച് പറയാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. മാർ അന്ത്രയോസ് ബാവ അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് തന്നെ ശ്രേഷ്ഠനാണ്. അന്ത്രയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ അഥവാ മനുഷ്യത്വം പകർന്നു നൽകുന്നവനെന്നാണ്. അന്ത്രയോസ് ബാവ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അനേകം പേരെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്കും ദൈവിക നൽവരങ്ങൾ നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ്. 300-ലധികം വർഷങ്ങൾക്ക് ശേഷവും അന്ത്രയോസ് ബാവയുടെ ജീവിതത്തിൽ ആകൃഷ്ടരായി അനേകം പേർ, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ അദ്ദേഹത്തിൻ്റെ കബറിങ്കിൽ അഭയം തേടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏകദേശം 15ഓളം പള്ളികൾ മലങ്കര സഭയിൽ തന്നെയുണ്ട്. ഒരു പരിശുദ്ധൻ എന്നുള്ള നിലയിൽ പരിശുദ്ധനെ കൈക്കൊള്ളുന്നവന് പരിശുദ്ധൻ്റെ പ്രതിഫലം ലഭിക്കും. ആ പരിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നവരൊക്കെ അന്ത്രയോസ് ബാവയുടെ കബറിങ്കിലെത്തുകയും അവിടെ പ്രാർത്ഥിച്ച് അവിടുത്തെ കിണറിലെ വെള്ളം കുടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതായി നേരിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ത്രയോസ് ബാവയുടെ ആ വിശുദ്ധി, അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനും ശാരീരികമായ ആരോഗ്യപരമായിട്ടാണെങ്കിലും മറ്റ് അനേകം തലങ്ങളിൽ വിശുദ്ധിയുടെ അനുഭവം നാനാജാതി മതസ്ഥരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ അവസരത്തിൽ മാർ അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് പ്രത്യേകാൽ കിഴക്കേക്കല്ലട സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക ഒരുക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുന്നു.